വെൽക്കം ടു മൈ ചാനൽ. നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈബിറ്റിൽ എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഒരാൾ ബൈബിറ്റ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലേ സ്റ്റോറിൽ ബൈബിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്പ് കിട്ടും. ആപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യാം. ഇവിടെ മെയിൽ നമ്പറോ പാസ്വേഡോ കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തോ പാസ്വേഡ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ നേരിട്ട് ഗൂഗിൾ വെച്ച് നമുക്ക് നേരെ സൈനപ്പ് ചെയ്യാനാണ്. ഞാൻ തൽക്കാലം ഇവിടെ മെയിൽ വെച്ചാണ് കയറുന്നത്. മെയിൽ കൊടുത്തിട്ട് പാസ്വേഡ് അടിച്ച് സൈനപ്പ് ചെയ്യും. മെയിൽ അടിച്ചിട്ട് പാസ്വേഡ് അടിക്കാൻ നേരത്ത് 8നും 30നും ഇടയ്ക്ക് വരുന്നൊരു അത്ര അക്കങ്ങളുള്ളൊരു പാസ്വേഡ് ആയിരിക്കണം. അതായത് അതിൽ ഒരെണ്ണമെങ്കിലും ലോവർ കേസ്, അതായത് സ്മോൾ ലെറ്ററും ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. പിന്നെ ഒരു നമ്പറെങ്കിലും മിനിമം കാണണം. പിന്നെ റെഫറൽ കോഡായിട്ട് എൻ്റെ റെഫറൽ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. നമ്മൾ സൈനപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മെയിലിലോട്ട് ഇപ്പോൾ ഒരു OTP വന്നിരിക്കും. ആ OTP അകത്തു നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്പർ വെച്ചാണെങ്കിൽ ആ നമ്പർ SMS ആയിട്ട് ഒരു OTP വന്നിരിക്കും. അതായാലും മതി. ഇതിപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത മെയിലിലോട്ടായിരിക്കും ഇതിൻ്റെ OTP വന്നിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഫോൺ നമ്പർ യൂസ് ചെയ്തവർക്ക് SMS ആയിട്ട് OTP വന്നിരിക്കും. അതെടുത്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ സൈനപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. നമുക്ക് വെരിഫൈ ആണെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്താലും മതി. അപ്പോൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ വെരിഫൈ അടിച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ ഇന്ത്യയൊക്കെ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് വെളിയിലുള്ള ആളാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ രാജ്യത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും വേണം, നിങ്ങൾക്കത് ഇന്ത്യ കൊടുത്ത് നിങ്ങൾക്കും കയറാവുന്നതാണ്. അപ്പോൾ ID കാർഡുണ്ട്, പാസ്പോർട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചാൽ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് വെച്ച് നമുക്ക് കയറാം. ID കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡാണ്. നമ്മൾ ആധാർ കാർഡ് വെച്ച് കയറാൻ ചിലപ്പോൾ ജസ്റ്റ് പാടായിരിക്കും. കാര്യം അതിനകത്ത് ലെറ്റേഴ്സൊക്കെ വരും മലയാളത്തിലും, ചിലർക്ക് ഹിന്ദിയിലും, അങ്ങനത്തെ ഒരു ഇത് വരാൻ നേരത്ത് ID കാർഡ് എടുക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അല്ലെങ്കിൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ വെച്ച് നമുക്ക് കയറാവുന്നതാണ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ചോദിക്കുന്ന റെസിഡൻസ് ആണ്. നമ്മൾ അതർ കൺട്രി ആയതുകൊണ്ട് US അല്ല, അതർ കൺട്രി. ഇപ്പോൾ US കൊടുത്തവർക്ക് US തന്നെ കൊടുക്കാം. അതർ കൺട്രി യൂസ് ചെയ്തവർക്ക്, ഇന്ത്യ യൂസ് ചെയ്തവർക്ക് അതർ കൺട്രി ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, റെസിഡൻസ്, നിങ്ങൾക്ക് ഏതാണോ അതിൽ ചൂസ് ചെയ്യുന്നത് അത് ഏതെന്ന് വെച്ചാൽ അത് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഓപ്പണായി വരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ്, അതായത് ഫ്രണ്ടിൽ പിക്കും, രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിലെ പിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ആധാർ കാർഡ് ഇതിന് മുമ്പ് ബൈബിറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു വെളിച്ചമുള്ള ഭാഗത്ത് പോയി നമ്മുടെ ഫേസ് കാണിച്ച് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. അതായത് നമ്മൾ ലെവൽ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് പാസ്വേഡ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് വെക്കണം വെക്കാം, അല്ലാണ്ട് പാറ്റേൺ വെക്കണം വെക്കാം. ഇപ്പം ഞാൻ പിന്നെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് അവിടെ കാണാൻ പറ്റും വെരിഫൈഡ് ID എന്ന് പറഞ്ഞ് അവിടുത്തെ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെവൽ 1 കംപ്ലീറ്റ് ആയി. അടുത്ത ലെവൽ 2 ഇട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ച് ഓപ്ഷനുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ ലെവൽ 1ൻ്റെ ആവശ്യമുള്ളൂ, ലെവൽ 2ൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ലെവൽ 2 കൊടുക്കുന്നില്ല. നമുക്കിപ്പം അത്യാവശ്യം നല്ലപോലെ ട്രേഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ലെവൽ 1ൻ്റെ ആവശ്യം വരുന്നുള്ളൂ. KYC ഇത്രയേ ഉള്ളൂ. ബൈബിറ്റിൻ്റെ KYC തീർന്നു. ഇത്രയേ ഉള്ളൂ. അതുപോലെയൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മനസ്സിലായെങ്കിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം.